കർത്താവിൻ്റെ പ്രത്യേകത ഏറ്റവും എഫേർട്ട്ലെസ്സായി ഏറ്റവും സിമ്പിൾ മെത്തേഡിലൂടെ ചിന്തിക്കാനാവാത്ത ഒരു അച്ചീവ്മെൻറ്റ് നടത്തുക. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾ നേരെ കുറേ അധ്വാനിക്കും, ഉറക്കിളക്കും, നമ്മൾ നശിക്കും, ചുറ്റുമുള്ളവർ നശിക്കും, എല്ലാവരും ടെൻഷൻ അടിപ്പിക്കും, എന്നിട്ട് കാര്യമായിട്ടൊന്നും നടക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കൈകളിലോട്ട് ഭാവി പരിപാടികൾ ഏൽപ്പിച്ച് ദൈവത്തിൽ നിന്നും ഒരു സ്ട്രാറ്റജി, ഒരു പ്ലാൻ സ്വീകരിച്ച് വളരെ സിമ്പിളായി ചെയ്യണോ എന്ത് വേണം ഇന്ന് തീരുമാനിക്കാം. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഒരിക്കൽ കൂടെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. വീണ്ടും കർത്താവിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പ്രാപിക്കാൻ വന്നിരിക്കുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ കർത്താവിൻ്റെ കാൽപാദത്തിലിരുന്ന് യേശുവിൽ നിന്ന് അൺഡിസ്ട്രാക്റ്റഡായിട്ട് നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാപിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും രാവിലെ അത് നമ്മുടെ പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ദൈവത്തെ ഓർത്ത് നന്ദി പറയുന്നു. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്നത്തെ കോ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് കാനഡി സുനി ഫ്രം വലിയതുറ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഫെബ്രുവരി 11 ദൈവം അവർക്ക് ഭവനം തന്നിട്ട് 7 വർഷം തികയുന്നു. അതിൻ്റെ ആനിവേഴ്സറി ആണ്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. എമാൻ വാട്ട് എ ടെസ്റ്റിമണി ഓഫ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിൻ്റെ വിശ്വസതയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അങ്ങ് ഈ കുടുംബത്തിൽ ഇതുവരെ ചെയ്തതിനേക്കാളും കൂടുതൽ അങ്ങ് ഈ വർഷം ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. 3 മക്കളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതലായവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങൾ കർത്താവെ ഞാൻ അനുഗ്രഹിക്കുന്നു. വരുമാന മാർഗമായ വള്ളവും വലയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിൽ കർത്താവ് വലിയ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്, ഈ സൺഡേ ഈ വർഷം എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ എക്സാം ബ്ലെസ്സിങ് പ്രെയർ നടക്കുകയാണ്. അതിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഏത് എക്സാം ആണെങ്കിലും, നിങ്ങൾ സ്കൂളിലായിരിക്കും, കോളേജിലായിരിക്കും, പ്രൊഫഷണൽ ലെവലിലായിരിക്കും, നിങ്ങൾക്ക് വന്ന് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ആമേൻ. തീർച്ചയായിട്ടും വന്ന് ചേരുക. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 11 വെനസ്ഡേ, ബുധനാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഒന്ന് നോക്കാമോ? ഇന്നത്തെ ഫോക്കസ് വേർഡ് ഡിവൈൻ സ്ട്രാറ്റജി. വാവ്! ദൈവികമായ, എങ്ങനെയാണ് പറയേണ്ടത്, യുദ്ധതന്ത്രം അല്ലെങ്കിൽ ദൈവികമായ പദ്ധതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് പ്രോവർബ്സ് 16 and verse number 3. സദൃശവാക്യങ്ങൾ 16:3. Commit to the Lord whatever you do and he will establish your plans. എന്ത് ചെയ്താലും അത് നിൻ്റെ വഴികൾ യഹോവയെ ഭരമേൽപ്പിക്കുക. ആൻഡ് he will establish your plans. നിൻ്റെ പ്ലാനുകൾ, പദ്ധതികളൊക്കെ അവൻ സ്ഥിരമാക്കും, അല്ലെങ്കിൽ അതിനെ സ്ഥാപിച്ചെടുക്കും. എൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ വേറെ രീതിയിലാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം. ഡെക്ലറേഷൻ, പ്രഖ്യാപനം എങ്ങനെയാണ്? ദ ലോർഡ് ഗീവ്സ് മീ വിസ്ഡം ആൻഡ് സ്ട്രാറ്റജി ഫോർ വിക്ടറി. വിജയത്തിനുള്ള ജ്ഞാനവും അതിനുള്ള യുദ്ധതന്ത്രവും കർത്താവ് എനിക്ക് നൽകുന്നു. മൈ പ്ലാൻസ് ആർ ഡയറക്റ്റഡ് ബൈ ഹെവൻ. എൻ്റെ പദ്ധതികളെല്ലാം സ്വർഗം ആണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. സോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 4 കാര്യങ്ങൾ എന്തിനെക്കുറിച്ചാണ്? ഡിവൈൻ സ്ട്രാറ്റജി, ദൈവികമായ പദ്ധതികൾ അല്ലെങ്കിൽ ദൈവികമായ യുദ്ധതന്ത്രങ്ങൾ. ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തേത്, ഡിവൈൻ സ്ട്രാറ്റജി ബിഗിൻസ് വിത്ത് കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്. ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത അല്ലെങ്കിൽ അർപ്പണ മനോഭാവം, അതിലാണ് ദൈവിക പദ്ധതികൾ ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ ആരംഭിക്കുന്നത് അവിടെയാണ്. So when we surrender our plans to the Lord, He aligns our step with His purpose. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, we should surrender our plans to the Lord.
നമ്മുടെ കയ്യിലുള്ള എല്ലാ പരിപാടികളും, കാര്യപരിപാടികൾ, പ്ലാനുകൾ, പദ്ധതികൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. ഹീ അലൈൻസ് അവർ സ്റ്റെപ്സ് വിത്ത് ഹിസ് പർപ്പസ്. പിന്നെ ചെയ്യുന്നത്, നമ്മുടെ ചുവടുകൾ, നമ്മുടെ ഓരോ കാൽ ചുവടുകളും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് വയ്ക്കാൻ കർത്താവ് നമ്മെ അത് മുഖാന്തരം സഹായിക്കും. ഓക്കെ, God establishes plans that are first committed to Him and shaped by His will. God establishes plans that are first committed to Him. ആദ്യം ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിച്ച ആ പദ്ധതികളെ, പ്ലാനുകളെ, ആസൂത്രണങ്ങളെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? തൻ്റെ ഹിതപ്രകാരം അവൻ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത് നമ്മുടെ എല്ലാ പരിപാടിയും കൂടി കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. നമ്മൾ ഇന്നത്തെ ഫോക്കസ് വേഴ്സിൽ സദൃശവാക്യങ്ങൾ 16:3 അതാണ് കണ്ടത്. കമ്മിറ്റ് യുവർ വേസ് ടു ദ ലോർഡ് ആൻഡ് ഹി വിൽ എസ്റ്റാബ്ലിഷ് യുവർ പ്ലാൻസ്. അപ്പോൾ കർത്താവിൻ്റെ കൈകളിലേക്ക് കമ്മിറ്റ് ടു ദ ലോർഡ് വാട്ട് എവർ യു ഡു. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, നിൻ്റെ സർവ്വകാര്യങ്ങളും കർത്താവിൻ്റെ കൈകളിലേക്ക് പരമേൽപ്പിക്കണം. അപ്പോഴാണ് അവൻ തൻ്റെ പദ്ധതികളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്ക് നൽകുന്നത്. Psalm 37 verse number 5, 37-ാം സങ്കീർത്തനത്തിൻ്റെ 5 കാണുന്ന കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്. നിൻ്റെ വഴികളെ ദൈവത്തിന് പരമേൽപ്പിക്കുക. അതിന് ഏറ്റവും എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. പ്രഭാത പ്രാർത്ഥന ചെയ്യുന്ന എത്ര പേരുണ്ട്? എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഹാജരാകുന്ന എത്ര പേരുണ്ട്? മോർണിംഗ് പ്രെയർ. ഈ മോർണിംഗ് ഗ്ലോറി അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. മോർണിംഗ് ഗ്ലോറിയിൽ എല്ലാവരും വചനം പഠിക്കുന്നു. എന്നാൽ അവരവരായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, അവർ ചെയ്യേണ്ടൊരു പരിപാടി രാവിലെ തന്നെ, കർത്താവെ ഇന്ന് ഇന്ന സ്ഥലങ്ങളിൽ എനിക്ക് പോകാനുണ്ട്, ഇന്ന വ്യക്തികളെ കാണാനുണ്ട്, ഇന്ന ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്, ഞാനിതെല്ലാം അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ പരമേൽപ്പിക്കും. പ്രാക്ടിക്കലി ചെയ്യാവുന്ന കാര്യം പറയുന്നു. കർത്താവ് നിൻ്റെ കൈകളിലേക്ക് പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ അല്പസമയം ധ്യാനത്തിൽ മുഴുകി സംസാരിക്കാതെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കണ്ണുകൾ നമ്മുടെ കണ്ണുകൾ പതിപ്പിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ചിലത് നമ്മുടെ അകത്തോട്ട് കയറി വരും. ഇന്നയാളെ ഇന്ന രീതിയിൽ മീറ്റ് ചെയ്യുക, ഇന്നയാളോട് ഇന്ന രീതിയിൽ സംസാരിക്കുക, അതിനുശേഷം ഇന്നത് ചെയ്യുക, അതിനുശേഷം ഇന്നത് ചെയ്യുക. എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പറയാം. ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്ത ശേഷം, എല്ലാ പ്ലാനിങ്ങിന് ശേഷം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്ലാനുകൾ മാറും. ഉള്ളിൽ പെട്ടെന്ന് സ്ട്രോങ്ങായി ഫീൽ ചെയ്യും, ഇന്ന് അതല്ല ചെയ്യേണ്ടത്, ഇന്ന് ഇതാണ് ചെയ്യേണ്ടത്. ഉടൻ തന്നെ അവിടെയൊക്കെ മെസ്സേജ് അയച്ചു, ഇന്ന് ഞാൻ അവിടെ വരുന്നില്ല, ഇന്ന് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്ലാൻ മാറി. അത് തലേ രാത്രി വരെ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ചിന്തിച്ചിരുന്നത്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി മുതലുണ്ടാകും. നമ്മുടെ കാര്യാദികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഭരമേൽപ്പിച്ചാൽ കർത്താവ് ഒരു പ്ലാനൊക്കെ റെഡിയാക്കി ഇങ്ങോട്ട് തരും. ഏറ്റവും നല്ല രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കുന്നത്, നല്ല രീതിയിൽ ഈ നമുക്ക് ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ നിങ്ങൾ കേട്ട് കാണും. ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന കമ്മീഷൻ, പ്ലാനിങ് കമ്മീഷൻ. ഇതിൽ ഏറ്റവും നന്നായി പദ്ധതികൾ തയ്യാറാക്കി കഴിവുള്ള ആൾ കർത്താവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. ഞാനതാണ് കൂടെ പറയുന്നത്. നമ്മുടെ രക്ഷ, വീണുപോയ മനുഷ്യർക്ക് വേണ്ടിയുള്ള രക്ഷ തയ്യാറാക്കിയത് ഈ മനുഷ്യൻ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുൻപാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുക. അത്രയും ഫോർനോളജോടുകൂടെ, ഫോർസൈറ്റോടുകൂടെ കർത്താവ് മുൻകൂട്ടി കാര്യങ്ങൾ തയ്യാറാക്കുന്നു. ജെയിംസ് ചാപ്റ്റർ 1 verse number 5, God gives wisdom generously. അവിടെ പറയുന്നത്, ഒരുത്തരും ജ്ഞാനം കുറവാണെങ്കിൽ പ്രാർത്ഥിക്കുക, എല്ലാവർക്കും ധാരാളമായി നൽകുന്ന ദൈവം നിങ്ങൾക്ക് ജ്ഞാനത്തെ ധാരാളമായി തരും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, കർത്താവ് ഐ വോണ്ട് വിസ്ഡം, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ. എന്നെ കൂടെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. എനിക്ക് ജ്ഞാനം വേണം. എ GPS works only when the destination is entered correctly. GPS അറിയാലോ, നമുക്ക് എവിടെയെങ്കിലും പോകണം. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഗൂഗിൾ മാപ്സ് ലൊക്കേഷൻ ഇടണം.
അപ്പോൾ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ആദ്യം അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ മാത്രമേ GPS വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഡെസ്റ്റിനേഷൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് GPS വർക്ക് തുടങ്ങുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് അമർത്തി കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും, കറക്റ്റ് അത് ഷോ ചെയ്യാൻ തുടങ്ങും. സോ വെൻ വി കമ്മിറ്റ് അവർ പ്ലാൻസ് ടു ഗോഡ്, ഇതുപോലെ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്ലാനുകൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഹീ ബിക്കംസ് അവർ ഡിവൈൻ നാവിഗേറ്റർ. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന, നാവിഗേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി കർത്താവ് മാറും. നമ്പർ 2, ഗോഡ്സ് സ്ട്രാറ്റജി ഈസ് ഓഫ്റ്റൻ ഡിഫറെൻറ്റ് ഫ്രം ഹ്യൂമൻ ലോജിക്. മനുഷ്യൻ്റെ യുക്തിയേക്കാൾ വളരെ വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. കേട്ടായിരുന്നു? നമ്മൾ യുക്തിപൂർവ്വം കൂട്ടിക്കിഴിച്ച് ഇങ്ങനെ ചിന്തിക്കും. എന്നാൽ ദൈവം പറയുന്നത്, അയ്യോ മക്കളെ, ഏഷ്യാവിൻ്റെ പുസ്തകം 55:8-9 വായിച്ച് നോക്കുമ്പോൾ അവിടെ പറയുന്നത്, മൈ വേസ് ആർ നോട്ട് യുവർ വേസ്, മൈ പ്ലാൻസ് ആർ നോട്ട് യുവർ പ്ലാൻസ്, ആസ് ദ ഹെവൻസ് ആർ ഹയർ than the earth, my plans, my ways are higher than yours. കർത്താവ് പറയുന്നതല്ലേ, നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ. കേൾക്കുന്നുണ്ടോ അമ്മമാരെ, അപ്പച്ചന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ കേൾക്കുന്നുണ്ടോ? നമ്മുടെ വഴികളല്ല അവൻ്റെ വഴികൾ, നമ്മുടെ പദ്ധതികളല്ല അവൻ്റെ പദ്ധതികൾ. വ്യത്യാസം എന്താണ്? ഹൈറ്റിലാണ് വ്യത്യാസം. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ കർത്താവ് എത്രയോ ഉയരങ്ങളിൽ ചിന്തിക്കുന്നു, ദൂരവ്യാപകമായി ചിന്തിക്കുന്നു. നല്ലതേതാ? പക്ഷെ നമ്മൾ പെട്ടെന്ന് ഈ ദൈവത്തിൽ അത്രയും വിശ്വാസമില്ലാത്തതുകൊണ്ട്, നമുക്ക് ഈ സ്വാർത്ഥത ഉള്ളതുകൊണ്ട് ഇത് തന്നെ നടക്കണം എന്ന് പിടിവാശി പിടിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞാൻ ഒത്തിരി യുവതീവാക്കന്മാരുടെ ജീവിതത്തെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവരൊരു 18 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സൊക്കെ ഉള്ള സമയത്ത് പെൺപിള്ളേർ, ചില ആൺപിള്ളേരുടെ പുറകെ നടക്കും. ബോയ് ഫ്രണ്ട്, അതിൽ തിരിച്ചു ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഒരെണ്ണത്തിൽ നോക്കി കുറേ കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്കപ്പായി, അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരെണ്ണത്തിൻ്റെ പുറകെ പോയി ബ്രേക്കപ്പായി, അത് കഴിഞ്ഞ് കുറേ എണ്ണത്തിൻ്റെ പോയി ബ്രേക്കപ്പായി. ഓരോ ബ്രേക്കപ്പിലും ഭയങ്കര മാനസിക ബുദ്ധിമുട്ട്. ചിലർക്ക് അതൊരു വിഷയമൊന്നുമല്ല, ബ്രേക്കപ്പിന് വേണ്ടിയിട്ടാണ് ചിലത് തുടങ്ങുന്നത്. സോ ഇങ്ങനെ കുറേ എണ്ണത്തിൻ്റെ പുറകെ നടന്നു, പല എതിർപ്പുകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ചിലപ്പോൾ ചർച്ചിൽ പ്രശ്നമായി, പാരൻസ് പ്രശ്നമായി, ബന്ധുക്കൾ പ്രശ്നമായി, കോളേജിൽ പ്രശ്നമായി, സ്കൂളിൽ പ്രശ്നമായി. ഇതൊക്കെയായിട്ട് ഇതെല്ലാം അവസാനം അങ്ങ് പോയി. അവസാനം ദൈവമായിട്ടൊരുക്കിയ ഒരു വ്യക്തിയുമായൊരു വിവാഹം നടക്കും. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത്, ആ ദൈവം ഒരുക്കിക്കൊണ്ടുവന്നത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായ പല കാര്യങ്ങളെക്കാൾ എത്രയോ മാച്ചിങ് ആണ്, എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ നല്ലതാണ്. മനുഷ്യർക്ക് കുട്ടിക്കളിയാണ്. എന്നാൽ ദൈവം ദീർഘവീക്ഷണത്തോടെ എല്ലാം അറിഞ്ഞ് ചെയ്യുന്നവനാണ്. അത് വിവാഹത്തിൻ്റെ കാര്യം, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യം മാത്രമല്ലട്ടെ ഞാൻ പറയുന്നത്. ഏത് കാര്യത്തിലും, ഒരു ബിസിനസ് ആകട്ടെ, ഒരു ഭവനം വയ്ക്കുന്നതാകട്ടെ, ഒരു ജോലിയാകട്ടെ, വട്ട് എവർ ഇറ്റ് ഈസ്, ശുശ്രൂഷയാകട്ടെ, ദൈവത്തിന് എത്രയോ ഉയർന്ന പദ്ധതികളാണ് നമ്മെക്കുറിച്ചുള്ളത്. ജോഷുവ ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 2-5. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെ വായിക്കുമ്പോൾ, ജെറീക്കോ വാൾസ് ഫെൽ ബൈ ഗോഡ്സ് സ്ട്രാറ്റജി. അവിടെ കാണുന്നത് ജോഷുവായും കൂട്ടരും കൂടെ, പട്ടാളക്കാരെല്ലാവരും കൂടെ ചരിത്രത്തിൽ അന്നത്തെ കാലത്ത് അതുപോലൊരു ഫോർട്ടിഫൈഡ് സിറ്റി വേറെയില്ല. അതുപോലെ കോട്ടമതിൽ കെട്ടി, കോട്ടമതിലിന് മുകളിൽ ആളുകൾ വീട് വെച്ച് താമസിക്കാവുന്ന രീതിയിൽ വീതിയുള്ള ഭയങ്കരമായ ചുറ്റുമതിലാണ്. ജെറീക്കോ വാൾസ് എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. അതിൻ്റെ വീതി തന്നെ അനേകം മീറ്ററുകളാണ്, അതിൻ്റെ ഹൈറ്റ് ഭയങ്കരമാണ്. അങ്ങനെയുള്ള ആ കോട്ട ഇടിച്ച് അകത്ത് കയറി ആ സിറ്റിയെ കീഴ്പ്പെടുത്തണം. ഇതാണ് പരിപാടി. അതിനുവേണ്ടി ആളുകളെല്ലാവരും കൂടി, ഒരു ജോഷുവയും ക്യാപ്റ്റൻസ് എല്ലാം കൂടെ, അല്ലെങ്കിൽ പട്ടാളക്കാരിലെ മേധാവികളെല്ലാം കൂടെ ഒരു ആലോചന യോഗം നടക്കുക. അപ്പം നമുക്ക് എങ്ങനെ ഇത് തകർക്കാം? രാത്രി നമുക്ക് പതുക്കെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പോയി കുറച്ച് കമ്പിപ്പാരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങളൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യാം,
ഓരോരോ കല്ലുകൾ ഇടിച്ച് എടുക്കുക. അങ്ങനെ ഓരോ രാത്രിയിലും പോയി ഈ കല്ലുകൾ ഓരോന്നും എടുത്തു മാറ്റി ആ ഭാഗത്തൊരു തുരങ്കമുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഹോളുണ്ടാക്കി അതിലൂടെ അകത്ത് കിടക്കാം. എത്ര വർഷം എടുത്താൽ ഈ കല്ല് തീരും? ഒരു ഭാഗം ഒന്ന് പൊളിച്ച് ഇത്രയും ജനങ്ങൾക്കകത്തോട്ട്, പട്ടാളക്കാർക്കകത്ത് കയറണമെങ്കിൽ എത്ര വർഷം പിടിക്കും? കഥ പറഞ്ഞു, വെയിറ്റ്, ഐ വിൽ ഗിവ് യു സ്ട്രാറ്റജി, ഡിവൈൻ സ്ട്രാറ്റജി ഞാൻ തരാം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ മിണ്ടാതെ ഒരു വാക്ക് പോലും സംസാരിക്കാതെ ചുമ്മാ 6 ദിവസത്തിൻ്റെ ചുറ്റും നടന്നാൽ മതി. വാട്ട്? ഇതെങ്ങനെ സംഭവിക്കും? ഒന്നും മിണ്ടാതെ ഇതിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ചാൽ കോട്ട വീഴുമോ? മക്കളെ, നിങ്ങൾ ചെയ്യുക. ദിസ് ഈസ് നോട്ട് ഹ്യൂമൻ ലോജിക്, ദിസ് ഈസ് ഡിവൈൻ സ്ട്രാറ്റജി. ദൈവത്തിൻ്റെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. വല്ലഭന് പുല്ലും ആയുധം. വല്ലഭനല്ലാത്തൊരാളുടെ കയ്യിൽ വലിയ ഇരുവായുത്തലുള്ള വാള് കിട്ടിയാൽ ചിലപ്പോൾ മറ്റേ ആൾ വെട്ടുമ്പോൾ സ്വന്തം ചെവിയായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം കഴുത്തായിരിക്കും പോകുന്നത്. എന്നാൽ വല്ലഭനായ ഒരാൾക്ക് ഒരു പുല്ലിൻ്റെ, ഒരു ഗ്ലാസിൻ്റെ ബ്ലേഡ് കിട്ടിയാൽ അതുകൊണ്ട് മർമ്മത്തൊരു കുത്തിയാൽ മതി, ശത്രുവിനെ മലർത്താം. അതുകൊണ്ട് നമ്മളായി ബ്രെയിൻ സ്റ്റോം ചെയ്താൽ എവിടെ എത്തുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ ഈ ബ്രെയിൻ പുകച്ച് കളയല്ല, നിൻ്റെ ബ്രെയിൻ ഒരു ബേൺട്ട് ഓഫറിങ് ആക്കണ്ട, പകരം അവിടെ ഇരി, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് കർത്താവ് 7-ാം ദിവസം എല്ലാവരും കാഹളം ഊതിയിട്ട് ആർപ്പിട്ടോളാൻ പറയും. ഈ മതിൽ അങ്ങനെ തന്നെ ഇടിച്ച് പൊളിച്ച് താഴ്ത്തിട്ടേക്ക്, ഭൂമിയിലേക്ക് മൊത്തം താഴ്ത്തിക്കളയും. എങ്ങനെയുണ്ട് പരിപാടി? ഗുണം, ചുറ്റിലും നിൽക്കുന്ന പട്ടാളക്കാർ ഈ കോട്ടമതിൽ താഴേക്ക് പോവുകയല്ല, നേരെ അകത്തോട്ട് കയറി ഉടൻ തന്നെ ആ ജെറിക്കോ പട്ടണത്തെ പിടിക്കാൻ പറ്റി. ഇതാണ് ദൈവത്തിൻ്റെ സ്ട്രാറ്റജിയും നമ്മുടെ ലോജിക്കും തമ്മിലുള്ള വ്യത്യാസം. ജഡ്ജസ് ചാപ്റ്റർ 7 verse 2-7. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 2 മുതൽ 7 വരെ വായിക്കുള്ളൂ. ഗിഡിയൻസ് ആർമി റെഡ്യൂസ്ഡ് ബൈ ഗോഡ്സ് പ്ലാൻ. 32,000 പേരെ കൊണ്ട് എന്തോ വന്നു ഗിദെയോൻ തൻ്റെ സൈന്യത്തെ. കർത്താവ് ഇത്രയൊന്നും എനിക്ക് വേണ്ട. 22,000 പേരൊന്നും മുടങ്ങിപ്പോയി, 10,000 പേര് ശേഷിച്ചു. കർത്താവ് എനിക്ക് ഇത്രയൊന്നും ആവശ്യമൊന്നുമില്ല, ഒരു 300 പേര് മതി. ബാക്കിയുള്ളവരെ എങ്ങനെയാണ് ചെയ്യുക? ഒരു വെള്ളത്തിനരിയിൽ കൊണ്ടുപോയി വെള്ളം കുടിക്കാൻ പറയുന്നു, പട്ടി നക്കി കുടിക്കുന്ന പോലെ കുടിക്കുന്ന തിരഞ്ഞെടുപ്പുണ്ടായി. അതിനുശേഷം അവരെ ബാക്കിയുള്ളവരെ വിട്ടു. വെറും 300 പേരെ കൊണ്ട്, അതും ഒരു കുടം, അതിനകത്തൊരു പന്തം, ഇതൊക്കെയായിട്ട് പോകുന്നു. അവിടെ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കുടം ഉടയ്ക്കണം, പന്തം പുറത്തെടുക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ കർത്താവാണ് ചെയ്യുന്നത്. സിമ്പിൾ സ്ട്രാറ്റജി. പക്ഷേ അന്നൊരു വലിയ ജയം കണ്ടു. കർത്താവിൻ്റെ പ്രത്യേകത, ഏറ്റവും എഫേർട്ട്ലെസ്സായി, ഏറ്റവും സിമ്പിൾ മെത്തേഡിലൂടെ ചിന്തിക്കാനാവാത്ത ഒരു അച്ചീവ്മെൻറ്റ് നടത്തുക. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾ നേരെ കുറേ അധ്വാനിക്കും, ഉറക്കിളക്കും, നമ്മൾ നശിക്കും, ചുറ്റുമുള്ളവർ നശിക്കും, എല്ലാവരെയും ടെൻഷൻ അടിപ്പിക്കും, എന്നിട്ട് കാര്യമായിട്ടൊന്നും നടക്കാൻ പറ്റില്ല. എന്ത് വേണം ഇന്ന് തീരുമാനിക്കുക? ദൈവത്തിൻ്റെ കൈകളിലോട്ട് ഭാവി പരിപാടികൾ ഏൽപ്പിച്ച് ദൈവത്തിൽ നിന്നും ഒരു സ്ട്രാറ്റജി, ഒരു പ്ലാൻ സ്വീകരിച്ച് വളരെ സിമ്പിളായി ചെയ്യണോ? ആയുസ് മുഴുവനും തലകുത്തി മറിഞ്ഞ് എല്ലാവരെയും നശിപ്പിച്ച് തകർത്ത ശേഷം ഒന്നുമില്ലാതായ ശവപ്പെട്ടി കയറണോ? തീരുമാനിക്കണം. നമ്പർ 3 എഴുതുക. ഡിവൈൻ സ്ട്രാറ്റജി ഈസ് റിവീൽഡ് ത്രൂ പ്രെയർ ആൻഡ് ലിസണിങ്. ഈ ദൈവത്തിൽ നിന്നുമുള്ള ഈ യുദ്ധതന്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പ്രാർത്ഥനയിലൂടെയും ശ്രദ്ധിക്കുന്നതിലൂടെയുമാണ് കിട്ടുന്നത്. ദൈവം സംസാരിക്കുന്നത് കേൾക്കണം. ഗോഡ് റിവീൽസ് ഹിസ് ഡയറക്ഷൻ ടു ദോസ് ഹൂ ഇൻക്വയർ ഓഫ് ഹിം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തോട് ചോദിക്കുന്നവർക്കാണ് ദൈവം തൻ്റെ വഴികളെ വെളിപ്പെടുത്തുന്നത്. ബ്രേക്ക് ത്രൂ കംസ് ത്രൂ ഡിവൈൻ ഗൈഡൻസ്, നോട്ട് ഹ്യൂമൻ ഹേസ്റ്റ്. നമ്മളിങ്ങനെ തിടുക്കത്തിൽ വെപ്രാളം പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, പകരം ദൈവികമായ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ അതിലൂടെയാണ് ഒരു വലിയ തടസ്സങ്ങൾ തകർത്ത് മുന്നേറുന്ന പദ്ധതികൾ ചുരുളഴിഞ്ഞു വരുന്നത്. ചില വചനങ്ങൾ കൂടെ എഴുതാം. 1 Chronicles chapter 14 verse number 10-16.
1 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ. അവിടെ ഡേവിഡ് ഇൻക്വയർഡ് ഓഫ് ദ ലോർഡ്. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, കർത്താവിനോട് ചോദിക്കുന്നു, ഞാൻ ഈ യുദ്ധത്തിന് പോകണോ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, ഞാൻ ഈ സൈന്യത്തോട് പടവെട്ടണോ, അതോ ഞാൻ വീട്ടിലിരുന്നാൽ മതിയോ? കർത്താവ് പറയുന്ന പോലെയാണ് ദാവീദ് സ്റ്റെപ്പ് എടുത്തത്. അതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു. സാം 25 വേഴ്സ് നമ്പർ 4-5, 25-ാം സങ്കീർത്തനം 4 മുതൽ 5 വരെ. ഷോ മീ യുവർ വേയ്സ്, ദൈവമേ നിൻ്റെ വഴികളെ എനിക്ക് കാണിച്ചു തരണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ നിൻ്റെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. എല്ലാവരും ആഗ്രഹമുള്ളവരെല്ലാം ഇന്നു മുതൽ അങ്ങോട്ട് ദൈവം വഴികൾ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ടൈപ്പ് ചെയ്യുക, പ്രാർത്ഥിക്കുക, എഴുതുക, വാഗൊണ്ട് പറയുക, ദൈവമേ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. ജെറമായ 33 വേഴ്സ് നമ്പർ 3, യിരെമ്യാവിൻ്റെ പുസ്തകം 33:3. ഇതിനെ കർത്താവിൻ്റെ ഫോൺ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. 333 ജെറമായ 33 ആൻഡ് വേഴ്സ് നമ്പർ 3. കർത്താവിനെ എന്നെ വിളിച്ചപേക്ഷിക്കുക, എന്നാൽ ഞാൻ നിനക്ക് മറഞ്ഞിരിക്കുന്ന രഹസ്യമായ നിഗൂഢമായതുപോലും വെളിപ്പെടുത്തി തരാം. അപ്പോൾ വിളിച്ചപേക്ഷിക്കണം. അതല്ലാതെ പ്രാർത്ഥനാ ജീവിതമില്ലാതെ ദൈവത്തിൻ്റെ കൈകൾ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ആയുസ് വെറുതെ കളയാന്നുള്ളൂ. യുദ്ധത്തിൽ പടവെട്ടുന്നൊരു പട്ടാളക്കാരൻ ചുമ്മാ കയറി അങ്ങ് വെട്ടുമല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ചുമ്മാ കയറി യുദ്ധം ചെയ്യുമല്ല ചെയ്യുന്നത്. ആദ്യം അദ്ദേഹം ശ്രദ്ധിക്കുന്ന കമാൻഡറിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കമാൻഡ് കിട്ടുന്നു എന്നുള്ളതാണ്. കമാൻഡർ പറയുന്നതനുസരിച്ചായിരിക്കുള്ളൂ അന്നത്തെ യുദ്ധം. അന്ന് മുന്നോട്ട് പോകണോ, പുറകോട്ട് പോകണോ, ഇങ്ങോട്ട് വെട്ടണോ, അങ്ങോട്ട് വെട്ടണോ, ഇതെല്ലാം കമാൻഡറാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ഇതുപോലെ തന്നെ prayer positions us to receive heaven's instructions or heaven's commands. പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നിന്നുള്ള ആജ്ഞകൾ, ആലോചനകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. സ്വർഗം ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങും. സ്വർഗം ഒരു GPS ആക്ടിവേറ്റ് ചെയ്യും. സ്വർഗം പറയും ലെഫ്റ്റ് റൈറ്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരും. വൺ മോർ, 4-ാമത്തേത് ഇതാണ്. ഡിവൈൻ സ്ട്രാറ്റജി പ്രൊഡ്യൂസസ് വിക്ടറി ആൻഡ് ടെസ്റ്റിമോണി. ദൈവികമായ പദ്ധതികൾ, യുദ്ധതന്ത്രങ്ങൾ, അതിലൂടെ അതനുസരിച്ചാൽ കിട്ടുന്നത് വിജയവും അതിനുശേഷം വലിയ സാക്ഷ്യവുമാണ്. അത് ചെയ്താൽ See, when God's strategy is followed, success brings glory to God and strengthens faith in others. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെ അനുഗമിക്കാമെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യാമെങ്കിൽ സക്സസ് ബ്രിങ്സ് ഗ്ലോറി ടു ഗാഡ്. അതിലൂടെ ലഭിക്കുന്ന വലിയ ജയം ദൈവത്തിന്, ഇങ്ങനെയാണ് പറയേണ്ടത്, ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നു. മാത്രമല്ല മറ്റുള്ളവരുടെ വിശ്വാസത്തെയും അത് ശക്തീകരിക്കും. ഉദാഹരണത്തിന് സദൃശ്യവാക്യങ്ങൾ 21:31 വായിച്ചു നോക്കണം. Proverbs 21 and verse number 31. Victory rests with the Lord. ജയം ദൈവത്തിനുള്ള, അല്ലെങ്കിൽ ജയം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. 2 കൊരിന്ത്യർ 10-3-4 വായിച്ചു നോക്കണം. 2 Corinthians chapter 10 verse number 3 and 4. അവിടെ പറയുന്നത് weapons of our warfare have divine power. അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, പകരം എന്താണ്, അതിൻ്റെ ദൈവശക്തി ഉള്ളതാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതാണ് നമ്മുടെ ആയുധങ്ങൾ. സാം 44 and verse number 3, 44-ാം സങ്കീർത്തനം 3-ാമത്തെ വചനം പറയുന്നത്, നോട്ട് ബൈ ദെയർ സ്വേർഡ് ബട്ട് ബൈ യുവർ ഹാൻഡ്. അവരുടെ വാളാലല്ല, നിൻ്റെ കരത്താൽ. ദൈവമേ നിൻ്റെ കരത്താൽ. ഒരു മനുഷ്യൻ്റെ വാളുകൊണ്ടല്ല, നിൻ്റെ കരവേലയാണ്, നിൻ്റെ കഴിവുകൊണ്ട്. ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ ജനം പോവുകയാണെന്നിരിക്കട്ടെ, അതിൽ ഒരു യുദ്ധത്തിൽ ദൈവത്തിൻ്റെ പ്ലാനുകൾ അനുസരിച്ച് ദൈവം പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ യുദ്ധം ചെയ്യുമ്പോൾ ഒരു ജയമുണ്ടായാൽ എല്ലാവർക്കും അറിയാം ഇത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല, ഇത് ദൈവികമായ ജ്ഞാനത്താലാണ്, അല്ലെങ്കിൽ ദൈവമാണ് ഇതിൻ്റെ കാരണക്കാരൻ. ഉദാഹരണത്തിന് ദാവീദ് യുദ്ധം ചെയ്യാൻ പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിവിടെ പ്രസംഗിച്ച കാര്യമാണ്, നിങ്ങളും കേട്ട് കാണും. ദ വാലി ഓഫ് റിഫായിം എന്ന് പറയുന്ന സ്ഥലത്ത്, റിഫായിം താഴ്വര, അത്
ജയൻസിൻ്റെ മല്ലന്മാരുടെ താഴ്വരയാണ്, യുദ്ധക്കളമാണ്. അവിടെ അനേക പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ അവിടേക്ക് കർത്താവിനോട് ചോദിക്കുക, ഞാൻ പോകണോ? അപ്പോൾ കർത്താവ് കൃത്യമായി ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പോകുന്നു. പോയി കഴിയുമ്പോൾ ഭയങ്കരമായ ഉണ്ടായപ്പോൾ ദാവീദ് പറയുകയാണ്, ഞങ്ങളല്ല, കർത്താവ് തന്നെ വെള്ളച്ചാട്ടം പോലെ പാഞ്ഞു വന്ന് ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപരാസീം എന്ന് പേരിട്ടു. അപ്പോൾ അതിൻ്റെ മഹത്വം ദൈവത്തിനാണ്. അതുമാത്രമല്ല, അതൊരു വലിയൊരു സാക്ഷ്യമാണ്. ഇന്നും നമ്മൾ ഇത് വായിച്ച് നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേൽക്കുക, രോമാഞ്ചം ഉണ്ടാകുകയാണ്, ഗൂസ് ബംസ് ഉണ്ടാകും. കാരണം അത്രയ്ക്ക് ദൈവം ചെയ്യും. ജെഹോഷാഫാത്തിൻ്റെ കാലത്ത് ഇതുപോലെ തന്നെ അവർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ ഇട്ട് പാട്ടുപാടി ആരാധിച്ചുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ മുന്നണിയിലേക്ക് പോകുന്നത്. ആരെങ്കിലും മണ്ടന്മാർ ഇത് ചെയ്യുമോ? എത്ര മണ്ടന്മാരായിരുന്നാലും ഇത് ചെയ്യുമോ? നോർമലി ചെയ്യില്ല. പക്ഷേ ആ വർഷിപ്പ് മുന്നിൽ പോയ സമയത്ത് യുദ്ധവീരനായ സൈന്യങ്ങളുടെ ദൈവം ഇറങ്ങി വന്ന് അവരെ ചിതറിച്ചു കളഞ്ഞു. ഇതുപോലെ എത്ര വേണമെങ്കിലും നമ്മുടെ ബൈബിളിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഒരു ഡിവൈൻ സ്ട്രാറ്റജി ലൈഫിലുണ്ടെങ്കിൽ, ദൈവം നൽകുന്ന ഒരാലോചനയും ദൈവം നൽകുന്ന പ്ലാനുകളും തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ വഴികൾ, നമ്മുടെ ഭാവി പദ്ധതികൾ എന്തും ആയിക്കോട്ടെ, അത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൈകൾ നീട്ടാം. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട ദൈവിക ആലോചന പോലെ കർത്താവ് എല്ലാവർക്കും പോകാനുള്ള കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ വഴികളെല്ലാം നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന നിൻ്റെ സ്ട്രാറ്റജി, ദൈവികമായ സ്ട്രാറ്റജി ഞങ്ങൾക്ക് നൽകണമേ. രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈനീട്ടാം. ആസ്മയുള്ള ചിലർ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഷോൾഡർ പെയിൻ സൗഖ്യം, ഈ ഷോൾഡർ ബ്ലേഡിന് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉള്ളവർ, ഹാർട്ടിൻ്റെ വാൽവാകാം, മറ്റ് സ്ഥലങ്ങളിലാകാം, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഫാദർ. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവ് വലിയ വിടുതൽ അങ്ങ് കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.